മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാൻ നേരത്തെ പറയുന്ന ഒരു ഈ സാഹചര്യം നിമിഷം വരെ ഏതെങ്കിലും ഒരു നേതാവിനോട് ഞാൻ എനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇവിടെ വെച്ചെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാം. ഒരു നേതാവിനോട് ഞാൻ അറിയിച്ചില്ല, എനിക്ക് അത്തരത്തിലൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. നേതാക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പറയുന്നു, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഞാൻ 1980 ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത്. അത് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് വരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്നെ ഞാനൊരു സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. എന്നെ സ്ഥാനാർത്ഥിക്ക് അവരാണ്. അല്ലാതെ എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷാപാത്രവുമായിട്ട് പോകുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. പാർട്ടി എന്താണ് പറയുന്നത് ഞാൻ എന്നും വെല്ലുവിളിച്ച് സ്വീകരിച്ചുകൊണ്ട് പോയ ആളാണ്. 1980 ഉണ്ണികൃഷ്ണനായിട്ട് മത്സരിച്ചു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ചിറ്റൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. മിസസ് ഗാന്ധി തന്നെയാണ് എന്നോട് അവിടെ പോയി മത്സരിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ചിറ്റൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ ചിറ്റൂരിൽ ഞാൻ മത്സരിക്കുന്നത് പാലക്കാടാണ്. എനിക്കൊരു ബന്ധവുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് സീറ്റ് തന്നതാണ്. ഞാൻ സീറ്റ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കൾ ചോദിച്ചൊന്നല്ല, നേതൃത്വം ആവശ്യപ്പെട്ട താങ്കളുടെ തവണ മത്സരങ്ങൾ ഉണ്ടാവണമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭ്യർത്ഥന നടത്തിയെന്നാണ് ഞാൻ വീട്ടിൽ വെച്ച് പറയുമ്പോഴേക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇപ്പോഴത് പറയുന്നത് ശരിയല്ല. ആ പറഞ്ഞ നേതാക്കന്മാരോട് ഞാൻ എന്തെങ്കിലും തരത്തിൽ യെസ് ഓർ നോ ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കുന്നത് അത്രമാത്രം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ തന്നെ ഒരുപാട് ജീവിതത്തിൽ ഉറച്ച് തറച്ച് കിടക്കെ തന്നെ കണ്ടുകൊണ്ട് പോയവനാണ് ഞാൻ. ഒരുപാട് ഇന്നിങ്സ്, എനിക്ക് ലോങ് ഇന്നിങ്സ് ഉണ്ട് രാഷ്ട്രീയത്തിൽ. പാർലമെന്ററി കാരിയർ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോട് തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ എല്ലാ കാലത്തും എനിക്കുണ്ടായിട്ടുണ്ട്. സാഹചര്യ സമ്മർദ്ദം ഉണ്ടോ? എങ്ങനെ? അങ്ങനെയായിരുന്നു, അതുകൊണ്ട് നമ്മളെ